എൻ്റെ പേര് മേരി തോമസ്. വീട്ടുപേര് തുണ്ടിയിൽ. സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കൂരാച്ചുണ്ടിൽ കാളങ്ങാലി. മക്കളും കൊച്ചുമക്കളുമുള്ള ഞാനൊരു സാധാരണ വീട്ടമ്മ. ചെറുപ്പം മുതൽ വായനശീലമുള്ള എനിക്ക് വായന വെറും പാഷൻ മാത്രമല്ല, ലഹരിയുമാണ്. എന്നെ മോഹിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത ഒരു നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. ഈ നോവലിനെ പറ്റി ഞാൻ അല്പം പറഞ്ഞുകൊള്ളട്ടെ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ ഈ നോവലിനെ പല പല പുരസ്കാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. അനുഭവത്തിൻ്റെ തീജ്വാലയിലാണ് നിന്നാണ് ഈ നോവൽ രചിക്കപ്പെട്ടത്. 90കളുടെ ആദ്യ കാലഘട്ടത്തിൽ ഗൾഫിൽ പ്രവാസിയായി എത്തപ്പെട്ട നജീബ് എന്ന ചെറുപ്പക്കാരൻ അവിടെ അനുഭവിക്കേണ്ടുന്ന യാതനകളുടെയും വേദനകളുടെയും ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം അയാൾ തിരിച്ച് നാട്ടിൽ വന്നതുവരെയുമുള്ള കഥയാണ് ഈ നോവൽ. നജീബിൻ്റെ ജീവിതകഥ അറിഞ്ഞ ബെന്യാമിൻ നജീബിനെ തേടി ചെല്ലുകയും എല്ലാം മനസ്സിലാക്കി ഒടുവിൽ അതൊരു നോവലായി പുറത്തിറക്കുകയും ചെയ്തതാണ്. ഇതിൽ നജീബിൻ്റെ അനുഭവങ്ങളും ബെന്യാമിൻ്റെ ചിന്തകളും കൂട്ടിക്കലർത്തിയാണ് ബെന്യാമിൻ ഈ നോവൽ രചിച്ചത്. നജീബിന് നാട്ടിൽ വെച്ച് ഒരു വിസ ലഭിക്കുമെന്ന് അറിഞ്ഞപ്പോൾ ഗർഭിണിയായ ഭാര്യയെയും അമ്മയെയും നാട്ടിൽ തനിച്ചാക്കി ജോലിക്ക് വേണ്ടി ഗൾഫിൽ സുഹൃത്തായ ഹക്കീമിനോടൊപ്പം പോയി. റിയാദ് വിമാനത്താവളത്തിൽ എത്തപ്പെട്ട നജീബിനെ ഒരു അറബി, അവരുടെ അറബിയല്ല മറ്റൊരു അറബി തട്ടിക്കൊണ്ട് പോയി നഗരത്തിൽ നിന്ന് വളരെ ദൂരെ മരുഭൂമിയിൽ മസറയിൽ ആട്ടിൻപറ്റത്തെ നോക്കാൻ ആക്കുകയും ചെയ്തു. വളരെ കുറച്ച് ആടുകളല്ല, വളരെയധികം ആട്ടിൻപറ്റങ്ങൾ, ഒട്ടകങ്ങൾ, അവരെയൊക്കെ പോച്ചയും വെള്ളവും കൊടുക്കുക, നടക്കാൻ കൊണ്ടുപോവുക, കുഞ്ഞുങ്ങൾക്ക് പാല് കറന്ന് കൊടുക്കുക മുതലായ ജോലികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അവന് ഭാഷ യാതൊന്നും, അറബി പറയുന്ന യാതൊന്നും മനസ്സിലാകാതെ അറബിയുടെ ധാരാളം ഉപദ്രവങ്ങൾ സഹിച്ച് കുളിക്കാതെ ശൗചം ചെയ്യാതെ കാലങ്ങളോളം അറബി കൊടുത്ത ഒറ്റ വസ്ത്രം ധരിച്ച് പേനും ചെള്ളും പിടിച്ച് കാലങ്ങൾ കൊണ്ട് അയാൾ ഒരു ഭീകര രൂപിയായി മാറി. ആരോടും സംസാരിക്കാനില്ലാതെ, മനുഷ്യനെ അവിടെ വന്നതിൽ ആരെയും കണ്ടിട്ടില്ലാതെ അവിടെ വിഷമം സഹിച്ച് അറബി കൊടുക്കുന്ന കുബൂസ് എന്ന അറബി റൊട്ടിയും അല്പം വെള്ളവും മാത്രം കുടിച്ച് ദിവസങ്ങൾ തള്ളി നീക്കി. രക്ഷപ്പെടാനാകാത്ത ഒരു ജയിലിലാണ് വന്ന് പെട്ടതെന്ന് അവന് മനസ്സിലായി. അവൻ്റെ സങ്കടങ്ങളും വേദനകളും പങ്കുവെച്ചിരുന്നത് ആശ്രയിൽ ആട്ടിൻപറ്റങ്ങൾക്കിടയിലായിരുന്നു. കാലങ്ങൾ കൊണ്ട് അവൻ്റെ സുഹൃത്തും സഹോദരങ്ങളുമായി മാറി. എന്തെങ്കിലും സങ്കടങ്ങളുണ്ടായാൽ, വിഷമങ്ങളുണ്ടായാൽ അവൻ മസ്രയിൽ പോയിരുന്ന് അവരോട് സംസാരിക്കുമായിരുന്നു. നജീബ് പറയുന്നു, ഏത് യാതനയും നമുക്ക് സഹിക്കാം, പങ്കുവയ്ക്കാൻ ഒരാളുണ്ടെങ്കിൽ. അങ്ങനെ അവൻ ജീവിച്ച് അവിടെ ആടുകളെ സ്വന്തം സഹോദരങ്ങളെ പോലെ കരുതി ജീവിച്ച് അവരുമായി ജീവിതം പങ്കിട്ട് രണ്ടുകാലിൽ നടക്കുന്ന ഒരു ആടിനെ പോലെ അവരുടെ കൂടെ കാലങ്ങൾ കഴിഞ്ഞുപോയി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോകവേ വീടിനെ മറന്ന്, നാടിനെ മറന്ന്, അമ്മയെ മറന്ന്, ഭാര്യയെ മറന്ന് ജീവിച്ച ഒരു ദിവസം അവൻ പോച്ചരമണി എന്ന പെണ്ണാടിലൂടെ ശയിക്കുന്നതും വായനക്കാരിൽ വിസ്ഫോടനം സൃഷ്ടിക്കുന്നു. അങ്ങനെ കാലങ്ങൾ കടന്നു പോകവേ അവൻ അവിടെ ജഹ്രിയെ പോലെ ചിരിക്കുകയും മോഹൻലാലിനെ പോലെ ചെരിഞ്ഞു നടക്കുകയും EMSനെ പോലെ വിൽക്കുകയും ചെയ്യുന്ന ആടുകളെ വരെ അവൻ അവിടെ കാണുകയുണ്ടായി. നാട്ടിലുള്ള ഓരോ മനുഷ്യരുടെയും ഓമന പേരുകളാണ് അവൻ ഓരോ ആടിന് കിട്ടിയിരുന്നത്. അങ്ങനെ കാലങ്ങൾ കഴിയവേ ഇനി ഒരിക്കലും രക്ഷപ്പെടാനാകുകയില്ല എന്ന് കരുതിയിരുന്ന സമയത്ത് സൊമാലിക്കാരനായ ഒരു അറബി അവനെ കാണുകയും മരുഭൂമിയിൽ വെച്ച് പരിചയപ്പെടുകയും രക്ഷപ്പെടുത്താമെന്ന് അവനോട് പറയുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം അർബാബ് ഇവിടെ പോയി തക്കം നോക്കി മറ്റൊരു മസ്രയിലായിരുന്ന ഹക്കീമിനെയും നജീബിനെയും അറബി രക്ഷപ്പെടാൻ കൊണ്ടുപോവുകയും മസ്രയിൽ നിന്ന് രക്ഷപ്പെടുത്തി മരുഭൂമിയിൽ കൂടി ഒളിച്ചോടി വഴി കാണിച്ചു കൊടുത്ത് അവർ രക്ഷപ്പെടുകയും ചെയ്തു. ഓടി അവർ മരുഭൂമിയിൽ തളരുകയും ഹക്കീം മണൽക്കാറ്റിൽ മൂടപ്പെടുകയും ചെയ്യുമ്പോൾ നജീബ് അനുഭവിക്കുന്ന വേദന വായനക്കാരനും അനുഭവിക്കുന്നു. ഒടുവിൽ നഗരത്തിലെത്താറായപ്പോൾ, ഹൈവേയിലെത്താറായപ്പോൾ ഒരു അറബി സൊമാലിയക്കാരനായ ഇബ്രാഹിം ഖാദിർ എന്ന അറബിയെ കാണാതാകുന്നതും ഒടുവിൽ നജീബ് തനിച്ചാകുന്നതും അവിടെ നിന്ന് ദുഃഖത്തോടെ അവൻ നഗരത്തിൽ എത്തുന്നതും ഭീകരരൂപിയായ
നജീബിനെ നാട്ടുകാരെല്ലാം ആട്ടി ഓടിക്കുന്നതും ഒടുവിൽ അവൻ നടന്ന് കുഞ്ഞിക്കായുടെ റെസ്റ്റോറൻറ്റ് മുറ്റത്തെ ബോധം കെട്ടി വീഴുന്നതുമാണ് നമ്മൾ കാണുന്നത്. അവിടെ വെച്ച് സ്നേഹവാനായ കുഞ്ഞിക്കായും മലയാളികളും കൂടി ചെന്ന് ശുശ്രൂഷിച്ച് ബോധം തെളിയിച്ച് മുടി വെട്ടി അവനെ മനുഷ്യനാക്കി കുളിപ്പിച്ച് എടുത്ത ശേഷം കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയും നജീബിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയും ഒടുവിൽ നജീബ് അവരോട് ചോദിക്കുന്നു, ഇത് ഏതാണ് ആണ്ട്, ഏത് മാസം, ഏത് ദിവസം. അപ്പോൾ അവർ പറഞ്ഞതിനനുസരിച്ച് കണക്ക് കൂട്ടി നജീബ് ഓർമ്മിക്കുന്നു, ഇത് 3 വർഷം 4 മാസം 9 ദിവസം. അങ്ങനെ നാട്ടിൽ നിന്നും അവൻ പോയിട്ട് പ്രവാസിയായിട്ട് ഇത്രയും വർഷങ്ങളായെന്ന് അപ്പോൾ മാത്രമാണ് അവൻ തിരിച്ചറിഞ്ഞത്. അങ്ങനെ അവിടെ താമസിച്ചുകൊണ്ട് അവൻ്റെ ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം അവരുടെ സ്നേഹപൂർണമായ ഉപദേശത്താൽ നജീബെ പോലീസിന് പിടികൊടുക്കുകയും അവസാനം പ്രിയവിട്ട് പാസിൽ കേരളത്തിലേക്ക് അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നതാണ് കഥയുടെ പ്രമേയം. ഈ കഥ വായിക്കുമ്പോൾ നമ്മൾ നജീബിനോടൊപ്പം മസ്രയിൽ പ്രവേശിക്കുകയും നജീബിനോടൊപ്പം സങ്കടപ്പെടുകയും ആടുകളോടൊപ്പം നമ്മൾ ജീവിക്കുകയും ചെയ്യുന്നു. നജീബ് പുറത്ത് ഇറങ്ങുമ്പോൾ അതായത് കേരളത്തിൽ രക്ഷപ്പെടുമ്പോൾ നമ്മളും രക്ഷപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. ഈ നോവൽ കയ്യിലെടുത്താൽ നമ്മൾ ഓരോരുത്തരും വേദനിക്കുകയും നജീബിനോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നു. ബെന്യാമിൻ പറയുന്നു, നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന്. ബെന്യാമിൻ ഇത് സമർപ്പിച്ചിരിക്കുന്നത് ഹക്കീമിനും നജീബിനും മരുഭൂമിയിൽ ദാഹിച്ചു മരിച്ച എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയാണ്. ഇത് ഈ നോവലിൽ മരുഭൂമിയുടെ വന്യതയും തീഷ്ണതയും സൗന്ദര്യവും കാണാം. ഇത് സഹൃദയരായ വായനക്കാരെ നിങ്ങളെല്ലാവരും ഈ വായിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നോവൽ വായിച്ചിരിക്കണം. നിങ്ങളുടെ പുസ്തക ശേഖരത്തിൽ ഇതൊരു നിധിയായിരിക്കട്ടെ.